ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആമസോണിൽ ഞാനൊരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു നല്ല ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചായിട്ട് വിചാരിക്കുകയാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് എസ്8 AI ഫേസ് ട്രാക്കിംഗ് ക്വാഡ്രാപോഡ് എന്നാട്ടോ. അതാണ് അതിൻ്റെ പേര് വരുന്നത്. ഓട്ടോ ഫേസ് ട്രാക്കറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് സ്റ്റഡി ഷോട്ട്സ് എടുക്കാനും അതേപോലെ തന്നെ നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു നല്ലൊരു ട്രൈപോഡ് തന്നെയാണ് കേട്ടോ ഇത്. കാണുമ്പോൾ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ കൂടിയിട്ടും ഇത് കാറ്റത്തൊന്നും വീഴോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഹൈറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ ഹൈറ്റിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വരും കേട്ടോ. അപ്പോൾ അത്രയും ഹൈറ്റിലും നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും വീഡിയോ എടുക്കാൻ സാധിക്കും കേട്ടോ. അതാ ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് ഞാനിതാ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ഹൈറ്റ് വരും. ഇതിപ്പോൾ ഏകദേശം എന്നേക്കാളും ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ ചെറുതാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടായിരുന്നു വീഡിയോസ് എടുത്തിരുന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ അതേപോലെ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഫോൺ അറ്റാച്ച് ചെയ്യണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് 360 റൊട്ടേഷൻ അവൈലബിൾ ആയിട്ടാണ്. നമുക്ക് 360 റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൊബൈൽ അറ്റാച്ച് ചെയ്ത് വീഡിയോസ് എടുക്കാൻ സാധിക്കും കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ടേബിളുമ്മ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ടേബിളുമ്മ ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഇതാ ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊരു സ്ഥലത്ത് വെച്ചിട്ടും വീഡിയോ എടുക്കാൻ വളരെ സ്യൂട്ടബിളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതാ ഇവിടെ ഒരു ലെൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുകളിലേക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വ്യൂ മുകളിലേക്ക് കിട്ടും. അതുപോലെ തന്നെ താഴത്തേക്ക് ആക്കുമ്പോൾ താഴത്തേക്ക് വ്യൂ വരും കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തിരുന്നിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എളുപ്പമാണ്. അതുപോലെ തന്നെ മുകളിലിരുന്നിട്ടാണെങ്കിൽ ആ ഒരു വ്യൂവും കിട്ടും. അതുപോലെ തന്നെ ഇതിനോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു റിമോട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഊരിയെടുക്കാൻ സാധിക്കും. ഊരിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു ട്രൈപോഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതായത് ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ഓണാക്കാനും ഓഫാക്കാനും എല്ലാറ്റിനും സാധിക്കും. അപ്പോൾ അങ്ങനൊരു റിമോട്ടും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു USB കേബിളും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു പോർഷനിലാണ് നമ്മളിത് ചാർജ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ചാർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ചാർജ് ഒരുപാട് നേരം നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് മൊബൈൽ വെച്ചിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലൊരു നോബുണ്ട്. അപ്പോൾ നമ്മളത് തിരിക്കുമ്പോൾ അത് ഇതുപോലെ മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ ഇതിങ്ങനെ മൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓണാക്കിയിട്ട് ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ വരുന്നത്. അപ്പോൾ നമ്മളിത് ഓണാക്കിയതിൻ്റെ ശേഷം നമുക്ക് ജസ്റ്റേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ജസ്റ്റർ കാണിക്കുമ്പോൾ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും. അതുപോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ ഒരു ജസ്റ്റർ കാണിക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആവും കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ ക്യാമറയും മൂവ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് ഫോൾഡബിളായിട്ട് യൂസ് ചെയ്യാനും നല്ലൊരു എളുപ്പമാണ് കേട്ടോ. നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്ത് ചുരുക്കി വയ്ക്കാനും സാധിക്കും. അതേപോലെ തന്നെ സ്റ്റഡി ഷോട്ട്സ് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ധാരാളം സ്റ്റഡി ഷോട്ട്സും എടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ മൊബൈലിൽ വീഡിയോസ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് ചാടി കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അത് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനും സാധിക്കും. അപ്പോൾ ആ വീഡിയോസാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ട്രൈപോഡിൻ്റെ കൂടെ നമുക്കത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പോൾ നമുക്കിത് നിവർത്തിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ബാഗ്. അപ്പോൾ ഞാനത് ഒതുങ്ങിയിരുന്നോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബാഗും കൂടി ആകുമ്പോൾ നമുക്കത് എടുത്ത് വെക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ട്രൈപോഡ് എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് നോക്കി നോക്കുക. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.